9/8/2024 കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 31 വയസ്സുകാരി PG സ്റ്റുഡന്റ് ഡോക്ടർ കൊല്ലപ്പെടുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള കോളേജ് അതോറിറ്റീസിന്റെ അഭിപ്രായ പ്രകാരമാണെങ്കിൽ അതൊരു കൊലപാതകമല്ല, മറിച്ച് അതൊരു ആത്മഹത്യ മാത്രമാണ്. പക്ഷേ ബയോപ്സി റിപ്പോർട്ടുകൾ പ്രകാരം അവളുടെ പെൽവിക് ബോൺസിന് ക്ഷതം പറ്റിയിട്ടുണ്ടായിരുന്നു. ചില്ലുകൾ കൊണ്ട് അവളുടെ കണ്ണിന് മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അവളുടെ ചുണ്ടുകൾ, കവിള്, താടിയെല്ല്, കഴുത്ത് എന്നിങ്ങനെ ശരീരത്തിന്റെ സർവ്വവിധപ്പെട്ട ഭാഗങ്ങളിലും ബലപ്രയോഗത്തിന്റെയും ക്രൂരമായ പീഡനത്തിന്റെയും തെളിവുകൾ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ ബ്രൂട്ടലായിട്ടുള്ള ഒരു റേപ്പ് സീൻ കണ്ടിട്ട് അതൊരു കൊലപാതകമാണോ അതൊരു ആത്മഹത്യയാണോ എന്ന് പോലും വേർതിരിച്ചറിയാൻ പറ്റാത്തത്ര രീതിയിലാണ് ഒരു മെഡിക്കൽ കോളേജിന്റെ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള കോളേജ് അതോറിറ്റീസ് എന്നുണ്ടെങ്കിൽ, മെഡിക്കൽ പ്രൊഫഷണൽ അത്രയും ഇരിക്കുന്ന ഒരു കോളേജ് അതോറിറ്റീസ് എന്നുണ്ടെങ്കിൽ സാമാന്യപ്പെട്ട മനുഷ്യന് ചോദിക്കാനുള്ളത് എത്രയാണ്? നിങ്ങൾ ശരിക്കും കാണാഞ്ഞിട്ടാണോ അതോ നിങ്ങൾ കണ്ണടിച്ചിട്ടാക്കുന്നതാണോ? ആർജിക്കർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ കൊലപാതകത്തിന് ശേഷം കോളേജ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി, അദ്ദേഹം പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: എന്തിന് ആ ഡോക്ടർ വെളുപ്പിന് 3 മണിക്ക് സെമിനാർ ഹാളിൽ പോയി എന്നുള്ളതാണ്. ഈ മരണപ്പെട്ട വ്യക്തിക്ക് 31 വയസ്സാണുള്ളത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ 31 വയസ്സ് വരെയുള്ള ജീവിതത്തിൽ എത്ര വർഷം ഈ വ്യക്തി ഈ മെഡിക്കൽ പ്രൊഫഷന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാകും? ഇത് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസിനെയും ഒട്ടുമിക്ക മെഡിക്കൽ പ്രൊഫഷണൽസിന്റെയും അവസ്ഥയിലേക്കാണ് ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത്. ഇത്രയേറെ വർഷം സമയം, ചിലവ്, സ്വപ്നങ്ങളെല്ലാം ചെലവഴിക്കുന്ന ഡോക്ടേഴ്സിന് ഒരു മിനിമം റെസ്പെക്ട് സൊസൈറ്റി നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെ അന്തസ്സോടെ ജീവിക്കുന്നതിനുള്ള മൗലികമായിട്ടുള്ള അവകാശം ഏതൊരു മനുഷ്യനും അനുച്ഛേദം 21 ഭരണഘടന ഉറപ്പ് നൽകുന്നുമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന് പ്രോപ്പർ വർക്കിംഗ് അവേഴ്സ്, പ്രോപ്പർ റെസ്റ്റ് റൂം, പ്രോപ്പർ വാഷ്റൂം, പ്രോപ്പർ റെസ്റ്റിങ്ങിനുള്ള പീരീഡ് ഓഫ് ടൈം ഇതെല്ലാം ലഭിക്കുക എന്നുള്ളത് അവരുടെ മൗലിക അവകാശമായിട്ട് മാറേണ്ടതാണ്. ഇതൊക്കെ ആയിരുന്നിട്ടും ഇതൊന്നും നൽകാതെ, സാമാന്യമായിട്ടുള്ള മാനുഷിക പരിഗണന പോലും നൽകാതെ കൺസിസ്റ്റന്റ് 36 മണിക്കൂർ വർക്കിംഗ് അവേഴ്സ് നൽകിയതിനു ശേഷം ഈ കോളേജ് അതോറിറ്റീസ് വീണ്ടും ചോദിക്കുകയാണ്, എന്തിന് ഈ ഡോക്ടർ വെളുപ്പിന് 3 മണിക്ക് ഈ പറയുന്ന സെമിനാർ ഹാളിൽ പോയി എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നിലവിൽ സമരത്തിലായിരിക്കുന്ന ഡോക്ടേഴ്സിനോടൊപ്പം ചേർന്ന് സാമാന്യപ്പെട്ട മനുഷ്യനും ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് ഞങ്ങൾ ഡോക്ടേഴ്സിന് 36 മണിക്കൂർ കൺസിസ്റ്റന്റ് വർക്കിന് ശേഷം റെസ്റ്റിന് വേണ്ടിയിട്ട് വെളുപ്പിന് 3 മണിക്ക് സെമിനാർ ഹാളിൽ പോകേണ്ടി വരുന്ന അവസ്ഥ വരുന്നു? കൃത്യം നടന്ന ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഒരു വ്യക്തിയെ കുറ്റാരോപിതനായി പോലീസ് മുന്നോട്ട് കൊണ്ടുവരുന്നു. സ്വയം കുറ്റമേൽക്കുന്നുമുണ്ട് ആ പ്രതി. അതായത് ഡോക്ടറുടെ ശരീരത്തിന്റെ അടുത്ത് നിന്നും ലഭിച്ച ഇയർ ബാൻഡ്, ആളുടെ ഷൂസിലെ രക്തക്കറ, CCTV ദൃശ്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ ഒരു വ്യക്തിയെ കുറ്റാരോപിതനായിട്ട് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വ്യക്തി ഞാനാണ് എല്ലാം ചെയ്തത് എന്നുള്ള രീതിയിൽ കുറ്റമേൽക്കുന്നുമുണ്ട്. പക്ഷെ ബയോപ്സി റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം ഡോക്ടറുടെ ശരീരത്തിലുള്ള ക്ഷതങ്ങളുടെയും മുറിവുകളുടെയും ആധിക്യവും അതിന്റെ സ്വഭാവവും അനുസരിച്ച്, ഒപ്പം തന്നെ ഡോക്ടറുടെ ശരീരത്തിലുള്ള സെമന്റെ അളവനുസരിച്ചും അതൊരു പെർട്ടിക്കുലർ പേഴ്സൺ ചെയ്തതല്ല, മറിച്ച് അതൊരു ഗ്യാങ് റേപ്പ് ആണ് എന്നുള്ള രീതിയിലാണ് നിലവിൽ ഡോക്ടേഴ്സ് വാദിക്കുന്നത്. ഇതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ നിലവിൽ പോലീസ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റ്സിന്, നിലവിൽ ഇത്രയും പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഞാനാണ് എല്ലാം ചെയ്തത് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഏത് രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ്? ഇപ്പം പോലീസ് കുറ്റാരോപിതനായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യക്തി ഒരു സിവിക് വോളണ്ടിയർ ആണ്. സിവിക് വോളണ്ടിയർ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അതൊരു സ്റ്റേറ്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് അല്ല, പക്ഷേ പല രീതിയിൽ ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് വോളണ്ടിയർഷിപ്പ് എടുത്ത് വന്നിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് സിവിക് വോളണ്ടിയർ. ആൻഡ് അവർ ചെയ്യുന്ന ആ ഒരു കൃത്യത്തിന് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ചെറിയൊരു റെമ്യൂണറേഷനും ലഭിക്കുന്നുണ്ട്. പോലീസിനെ സപ്പോർട്ട് ചെയ്യാൻ, പോലീസിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഈ ഒരു ആർജിക്കർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കടന്നു വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനും പേഷ്യൻസിനും അവർക്ക് എങ്ങനെ സർവീസ് ആക്സസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഈ ഒരു സിവിക് വോളണ്ടിയർ വർക്ക് ചെയ്തിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ മേൽ പറഞ്ഞിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ പേരിൽ വളരെ അസന്മാർഗികവും നിയമപരവുമല്ലാത്ത പല രീതിയിലുള്ള കാര്യങ്ങൾ ആ ഒരു ഹോസ്പിറ്റൽ ചെയ്യുന്നിരുന്നതായി പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്തരം അസന്മാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഈ ഒരു വ്യക്തി ഒപ്പം തന്നെ വളരെ മോശമായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ഇപ്പം പോലീസ് മുന്നോട്ടെടുത്ത് വെക്കുന്നുണ്ട്. ആ ഒരു പ്രസ്ഥാനം കൂടി മുന്നോട്ടെടുത്ത് വെക്കുന്നുണ്ട്. ഇത്രയും മോശമായിട്ടുള്ള ഹിസ്റ്ററി ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇത്രയും ഒരു അസന്മാർഗികമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന, അതും ഒരു ഹോസ്പിറ്റലിൽ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ, എന്തിനാ ഈ മെഡിക്കൽ കോളേജ് അതോറിറ്റീസ് ഈ ഒരു വ്യക്തിയെ ഈ ഒരു കോളേജിൽ നിർത്തിക്കൊണ്ടുവന്നു? എന്തിനാ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സെമിനാർ ഹാൾ പോലെയുള്ള ഇടങ്ങളിലേക്ക് ഈ മനുഷ്യന് ആക്സസ് നൽകി? അങ്ങനെ
13 ഓഗസ്റ്റ് 2024 ചീഫ് ജസ്റ്റിസ് ടി.എസ്. ശിവജ്ഞാനത്തിന്റെ അധ്യക്ഷതയിൽ കൽക്കട്ട ഹൈക്കോടതി പ്രസ്തുത കേസ് പരിഗണിക്കവേ ഇരുഭാഗത്തെയും കൗൺസിൽസ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. പ്രോസിക്യൂഷൻ കൗൺസിൽസ് പറയുന്നത് നിലവിൽ ഇതുവരെയുള്ള വെസ്റ്റ് ബംഗാൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ അവർക്ക് തീർത്തും അസംതൃപ്തിയുണ്ട് എന്നുള്ള രീതിയിലാണ്. അസംതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരെ, അവർക്ക് തീർത്തും ഒരു പേടിയാണുള്ളത്. കാരണം നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷവും വിലയേറിയ ശക്തമായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി പോലീസ് തന്നെ തുനിയുന്നുണ്ടെന്നും ഒപ്പം തന്നെ നിലവിലായിരിക്കുന്ന എവിഡൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു പേടി ഹൈക്കോടതിയുടെ മുൻപിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. ഒപ്പം തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാന്തുനി മർഡർ കേസ് ഇവിടെ പ്രസക്തമാവുന്നത്. 2013 നടന്നിട്ടുള്ള ഒരു ഗ്യാങ് റേപ്പ് മർഡർ കേസാണ് കാംതുനി മർഡർ കേസ് എന്നുള്ളത്. 7 ജൂൺ 2013 കാംതുനി റേപ്പ് മർഡർ കേസ് നടക്കുന്നത്. ഒരു 20 വയസ്സുകാരി പെൺകുട്ടിയെ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ കൂട്ടബലാത്സംഗത്തിനു ശേഷം അർദ്ധനഗ്നമായിട്ടുള്ള രീതിയിൽ അവളുടെ ശരീരം ഒരു പുൽക്കൂനയിൽ ഉപേക്ഷിച്ച നിലയിൽ ഇവളുടെ തന്നെ സഹോദരന്മാർ കണ്ടെത്തുന്നതോടെയാണ് കേസിന്റെ ആരംഭം. ഇവിടെ സൈഫുൽ അലി എന്ന പേരായ വ്യക്തി ഉൾപ്പെടെ 9 പേരെ സംശയാസ്പദമായിട്ട് പോലീസ് കണ്ടെടുക്കുന്നുണ്ട്. സൈഫുൽ അലി നിലവിലത്തെ കേസിൽ ആ ഒരു സിവിക് വോളണ്ടിയർ പറയുന്നത് പോലെ ഞാൻ തന്നെയാണ് കംപ്ലീറ്റ് ക്രൈം ചെയ്തത് എന്നുള്ള രീതിയിൽ കൺഫസ് ചെയ്യുന്നുണ്ട്, കുറ്റമേൽക്കുന്നുണ്ട്. പക്ഷെ കോടതി ഇവിടെ പറയുന്നത് ദ കൺഫെഷൻ ഓഫ് ദി സൈഫുൽ അലി വാസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ പ്രോസിക്യൂഷൻ കേസ് ഓഫ് ദി ഗ്യാങ് റേപ്പ് എന്നുള്ള രീതിയിലാണ്. അതായത് പ്രോസിക്യൂഷൻ കേസ് എന്നുള്ളത് അതൊരു ഗ്യാങ് റേപ്പാണ്. അവിടെ നിലവിലായിരുന്ന എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്സും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ അനുസരിച്ച് 20 വയസ്സുകാരി പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവുകളുടെയും ക്ഷതങ്ങളുടെയും ആധിക്യവും സ്വഭാവവും അനുസരിച്ച് അതൊരു സിംഗിൾ പേഴ്സൺ ചെയ്തതല്ല, മറിച്ച് അതൊരു ഗ്യാങ് റേപ്പാണ് എന്നുള്ള രീതിയിലാണ് ആളുകൾക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സൈഫുൽ അലി എന്ന് പറയുന്ന പേഴ്സൺ വന്നിട്ട് പറയുകയാണ് ഇത് കംപ്ലീറ്റ്ലി ഞാൻ തന്നെയാണ് ചെയ്തതെന്നുള്ള രീതിയിൽ കുറ്റമേൽക്കുകയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും തമ്മിൽ ചേർച്ചക്കുറവുകളുണ്ട് എന്നുള്ള രീതിയിലാണ് അന്ന് കോടതി പറഞ്ഞത്. അന്ന് തെളിവുകളുടെ അഭാവത്തിൽ ചില കുറ്റാരോപിതരെയെങ്കിലും കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രസ്തുത കേസിന് അപൂർവമായിട്ടുള്ളൊരു കേസായിട്ട് പരിഗണിച്ചുകൊണ്ട് കുറ്റവാളികൾക്ക് വധശിക്ഷ നൽകുകയാണ് കൽക്കട്ട ഹൈക്കോടതി അന്ന് ചെയ്തത്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം 2023 ആയപ്പോൾ കൽക്കട്ട ഹൈക്കോടതി സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് വധശിക്ഷയിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അന്ന് കാംതുനി മർഡർ കേസിലെ ഇരയുടെ ഫാമിലിക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്ത കൗൺസിൽ ജയന്ത നാരായൺ സദോപാധ്യായ ഈ പ്രസ്തുത കേസിലെ പോലീസ് ഇൻവെസ്റ്റിഗേഷനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ദ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദ പ്രസന്റ് കേസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗ ടു ഡിസ്ട്രോയ് എ കേസ്. ഒരു കേസിനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ പ്രസ്തുത കേസിലെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത്. കാരണം കുറ്റവാളികളെ സംരക്ഷിക്കുവാൻ വേണ്ടി, കൃത്യമായിട്ടുള്ള എവിഡൻസിനെ നശിപ്പിക്കുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ പോലീസ് അതെല്ലാം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആർജിക്കർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ കോടതിയുടെ മുൻപിലുള്ള ആർഗ്യുമെന്റ്സിൽ ഈ കാംതുനി മർഡർ കേസിനെ പറ്റി അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നത് ഫിറോസ് എഡൽജി എന്ന് പറയുന്ന കൗൺസിലാണ്. അദ്ദേഹം പറയുന്നത് ആ കേസിൽ ഇദ്ദേഹം ഡിഫൻസ് കൗൺസിലായിരുന്നു. ഇന്ന് ഇദ്ദേഹം ഈ കേസിൽ വിക്ടിമിന് വേണ്ടിയിട്ട് നിൽക്കുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ 2 കേസുകളും തമ്മിൽ ചില സമാനതകളുണ്ട്. പ്രധാനപ്പെട്ട സമാനത എന്നുള്ളത് 2 കേസിലെയും കമ്മീഷൻ ഓഫ് പോലീസ് എന്ന് പറയുന്നത് വിനീത് ഗോയലാണ്. 2 കേസിൻ്റെയും ഭാവി എന്ന് പറയുന്നത്, ഒരു കേസിന് വിധി വന്നു കഴിഞ്ഞു, അവിടെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും വന്ന വീഴ്ച കൊണ്ട് ഇരയ്ക്ക് കൃത്യമായിട്ടുള്ള നീതി നിഷേധിക്കപ്പെട്ടിരുന്നു. ഇത്രയും സമാനതകളുള്ള ഈ ആർജിക്കർ മെഡിക്കൽ കോളേജ് കേസിലെയും ഇനി മേലിൽ വന്നേക്കാവുന്ന വിധി എന്നുള്ളത് ഒരു നീതി നിഷേധം തന്നെ. കാരണം കാംതുനി മർഡർ കേസിൽ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് തുനിഞ്ഞതിൻ്റെ, എവിഡൻസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചതിൻ്റെ ഭാഗമാണ് 10 വർഷങ്ങൾക്ക് ശേഷം 2013 കൽക്കട്ട ഹൈക്കോടതി അവർക്ക് നൽകിയിരുന്ന ശിക്ഷയിൽ ഇളവ് നൽകുവാനുണ്ടായ സാഹചര്യം. അങ്ങനെ കൗൺസിൽ ഫിറോസ് പറയുന്നത് ഇങ്ങനെയാണ്: 10 വർഷങ്ങൾക്ക് ശേഷം കാംതുനി മർഡർ കേസ് പോലെ തന്നെ ആർജിക്കർ മെഡിക്കൽ കോളേജ് കേസും ഒന്നുമല്ലാതെയായി പോകും. കാരണം 2 കേസിലെയും പോലീസ് കമ്മീഷൻ എടുത്തിരിക്കുന്ന മോഡസ് ഓപ്പറാൻഡി എന്നുള്ളത് വളരെ സെയിം ആയിട്ടുള്ള രീതിയിലുള്ള സമീപനമാണ് 2 കേസിലും കമ്മീഷണർ വിനീത് ഗോയൽ നിലവിൽ ഇതുവരെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് നിർബന്ധമായും CBIക്ക് നൽകണം എന്നുള്ളതാണ് വിക്ടിമിൻ്റെ ഭാഗത്തു നിന്നുള്ള കൗൺസിൽസ് കൽക്കട്ട ഹൈക്കോടതിയുടെ മുൻപാകെ അന്ന് ആവശ്യപ്പെട്ടത്. 15 ഓഗസ്റ്റ് 2024 ഒരു സംഘം ആളുകൾ ഹോസ്പിറ്റലിലേക്ക് കടന്നു കയറുകയും ഒപ്പം തന്നെ ഹോസ്പിറ്റലിലെ, അതായത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നശിപ്പിക്കുകയും ഉണ്ടായി. പ്രധാനമായിട്ടും ഈ ചെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എമർജൻസി റൂം ഇവർ നശിപ്പിച്ചു. അതായത്
ഈ ക്രൈം എവിടെയാണോ കമ്മിറ്റ് ചെയ്തത് അവിടെയുള്ള ഒരു പോർഷനെല്ലാം നശിപ്പിച്ചു. അതിൻ്റെ ഏകദേശം ഉദ്ദേശം സാമാന്യപ്പെട്ട മനുഷ്യന്മാർക്ക് മനസ്സിലാവും. ഒപ്പം തന്നെ ഈ ഗുണ്ടകൾ വളരെ സമാധാനപരമായിട്ട് സമരം ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടേഴ്സിനെതിരെ ഭീഷണിപ്പെടുത്തുകയും സമരം നിർത്തുക എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി. ഈ പശ്ചാത്തലത്തിൽ നഴ്സുമാർ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇവർ എങ്ങനെ പീസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യും? അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രോപ്പർ പ്രൊട്ടക്ഷൻ വേണം, ഇവരുടെ ജീവന് പ്രോപ്പർ പ്രൊട്ടക്ഷൻ വേണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടു. അങ്ങനെ രാജ്യവ്യാപകമായിട്ട് മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ നേതൃത്വത്തിൽ പ്രൊട്ടസ്റ്റും കാര്യങ്ങളുമെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 16 കൽക്കട്ട ഹൈക്കോടതി സ്റ്റേറ്റിനോട് ചോദിക്കുന്നുണ്ട്, അതായത് ഇത്രയും ബ്രൂട്ടലായിട്ടുള്ളൊരു ക്രൈം നടന്നിട്ടും ഈ ആർജിക്കാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ പല ഭാഗത്തും, അതായത് ക്രൈം നടന്നിട്ടുള്ള പ്രസക്ത ഭാഗങ്ങളിലും പല ഭാഗങ്ങളിലുമായിട്ട് റിനോവേഷൻ്റെ തിരക്കും കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ, അതായത് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആവാത്ത ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്രയും ധൃതിയിൽ റിനോവേഷൻ വർക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ക്രൈം സീൻ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ കോടതിയുടെ മുൻപിൽ പ്രൂവ് ചെയ്യാൻ കൂടിയിട്ട് സ്റ്റേറ്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇത്രയും സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു കേസ് എന്നുള്ള നിലയിൽ, ഇത്രയും ഭീതിയിൽ ആഴ്ത്തിയിരിക്കുന്ന ഒരു കേസ് എന്നുള്ള നിലയിൽ പ്രസ്തുത കേസിനെ സുപ്രീം കോടതി സ്യൂമോട്ടോ തൻ്റെ പരിഗണനയിലേക്ക് എടുത്തിരിക്കുകയാണ്. 20 ഓഗസ്റ്റ് 2024 സുപ്രീം കോടതി സ്വയമേവ ഈ കേസ് ചീഫ് ജസ്റ്റിസ് JY ചന്ദ്രചൂഡ് സാറിൻ്റെ അധ്യക്ഷതയിൽ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി സുപ്രീം കോടതിയിൽ വരുന്ന പ്രധാനപ്പെട്ട വാദഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഡോക്ടേഴ്സിൻ്റെ പ്രൊട്ടസ്റ്റിന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്, അവർ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കുറച്ച് വർഷങ്ങളായിട്ട് അവർക്കൊരു നിയമം വേണം, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയമം വേണം എന്നുള്ള രീതിയിൽ പല രീതിയിൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, എന്ത് നിയമമാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്, അങ്ങനെ ഒരു നിയമമുണ്ടോ, നിയമമുണ്ടെങ്കിൽ അതിൻ്റെ നിലവിലത്തെ അവസ്ഥ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ഇനി വരുന്ന വീഡിയോസിലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ടു know more about the present case and to know more about the rights of the medical professionals, stay tuned for the coming videos, and thank you.